Hi dears, welcome to the session. Here we are going to discuss a famous theory of cognitive development by Lewis Vygotsky. We have already discussed the theory of cognitive development by Jean Piaget, the great cognitive constructivist. And Lewis Vygotsky is famous as a social constructivist because of the fact that he stresses the importance of social interaction in cognitive development. സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന സമ്പർക്കത്തിന് ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക വികാസത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ളതാണ് വൈഗോട്സ്കി അദ്ദേഹത്തിൻ്റെ തിയറിയിലൂടെ സ്ഥാപിച്ചെടുക്കുന്നത്. He was born in Russia in 1896 and he died at the young age of 37 from tuberculosis. Due to his early death, most of his theories were left undeveloped. And his work in the last 10 years of his life has become the foundation of much research and theory in cognitive development. സോ റഷ്യൻ സൈക്കോളജിസ്റ്റായ ലെവസ് വൈഗോട്സ്കി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ട്യൂബർകുലോസിസ് ബാധിച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടങ്ങിവെച്ച പല റിസർച്ച് വർക്ക്സും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം എഴുതി വെച്ച തിയറീസിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു തിയറി തന്നെയാണ് സോഷ്യോ കൾച്ചറൽ തിയറി, അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷണൽ തിയറി, അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി. Lev Vygotsky, a Russian psychologist, developed the theory of cognitive development known as socio-cultural theory of cognitive development in the early 20th century. പിയാഷെ തൻ്റെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് രൂപപ്പെടുത്തിയ അതേ സമയത്ത് തന്നെയാണ് വൈഗോട്സ്കിയും അദ്ദേഹത്തിൻ്റെ തിയറിയുമായി വരുന്നത്. The main assertion of Vygotsky's theory is that cognitive development of children is advanced through social interaction with other people, particularly those who are more skilled. In other words, Vygotsky believed that social learning comes before cognitive development and the children construct knowledge actively. വൈഗോട്സ്കിയുടെ തിയറിയുടെ മുഖ്യമായ ഒരു അദ്ദേഹത്തിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനാണ്, സാമൂഹിക സമ്പർക്കം. അദ്ദേഹം പറയുന്നത് ഓരോ വ്യക്തിയുടെയും വൈജ്ഞാനിക വികാസം എന്നത് അവൻ്റെ സമൂഹവുമായുള്ള അവൻ്റെ സമ്പർക്കം വഴിയാണ് നടക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ വികാസം ഓരോ വ്യക്തിയുടെയും സാമൂഹിക സമ്പർക്കത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആൻഡ് ഹി സേസ് ദാറ്റ് സോഷ്യൽ ലേണിംഗ് കംസ് ബിഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. വൈഗോട്സ്കി പറഞ്ഞ മറ്റൊരു കാര്യം പിയാഷെ പറഞ്ഞ കാര്യത്തിൽ നിന്നും നേരെ വിപരീതമായ ഒരു കാര്യമാണ് വൈഗോട്സ്കി ഇവിടെ പറയുന്നത്. സോഷ്യൽ ലേണിംഗ് കംസ് ബിഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക മേഖലയിൽ വികാസം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ലേണിംഗ്, പഠനം നടക്കുന്നു എന്നാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പോകുന്നത്. Vygotsky's theory stresses the fundamental role of social interaction in the development of cognition, as he believes strongly that community plays a central role in the process of making meaning. അതുകൊണ്ട് തന്നെ ഈ തിയറിയിലെ ഫണ്ടമെൻ്റൽ റോൾ, ഇതിലെ മെയിൻ റോൾ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്, സാമൂഹിക സമ്പർക്കം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ വൈഗോട്സ്കിയുടെ തിയറിയെ സോഷ്യോ ഡെവലപ്മെൻ്റൽ തിയറി, അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ തിയറി, സോഷ്യൽ ഇൻട്രാക്ഷണൽ തിയറി എന്ന പേരിലെല്ലാം കാണുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് സമൂഹവുമായുള്ള സമ്പർക്കം വഴി ഓരോ വ്യക്തിയുടെയും ചിന്തയ്ക്കും അല്ലെങ്കിൽ അവൻ്റെ വൈജ്ഞാനിക വികാസത്തിനും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മീനിങ് മേക്കിംഗ് അല്ലെങ്കിൽ നോളേജ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് കമ്മ്യൂണിറ്റിയുമായി റിലേറ്റഡ് ആണ്. സോ ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ജീവിക്കുന്ന സൊസൈറ്റിയിൽ നിന്നും ആ സൊസൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ് ആ കുട്ടിയുടെ നോളേജ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അവിടെ കുഞ്ഞിൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്നതും അല്ലെങ്കിൽ കുഞ്ഞ് അറിവ് നേടുന്നതും സൊസൈറ്റിയിൽ നിന്നാണെന്ന് അദ്ദേഹം ഈ തിയറിയിൽ പറയുന്നു. Unlike Piaget's notion that children's development must necessarily precede their learning, Vygotsky argued learning is a necessary and universal aspect of the process of developing culturally organized, specifically human psychological function. In other words, social learning tends to precede development. ഇവിടെ നമുക്ക് പിയാഷയുടേതും വൈഗോട്സ്കിയുടേതുമായ വ്യത്യസ്ത നിലപാടുകളെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അതായത് പിയാഷെ പറയുന്നത് ചിൽഡ്രൻസ് ഡെവലപ്മെൻറ്റ് മസ്റ്റ് നെസസറിലി പ്രൊസീഡ്സ് ദിയർ ലേണിംഗ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അത് നടന്നതിന് ശേഷമാണ് ലേണിംഗ് നടക്കുന്നതെന്നാണ്.
കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് ശേഷമാണ് ലേണിംഗ് നടക്കുന്നതെന്ന്. എന്നാൽ വൈഗോട്സ്കി പറയുന്നത് ലേണിംഗ് നടന്നതിന് ശേഷമാണ് കുട്ടിയുടെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നതെന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഊന്നൽ കൊടുത്ത് പറയുന്നു സോഷ്യൽ ലേണിംഗ് എന്ന്, സമൂഹത്തിൽ നിന്നും കുഞ്ഞ് നേടുന്ന അറിവ്. സോ സമൂഹത്തിൽ നിന്നും കുഞ്ഞ് നേടുന്ന അറിവിലൂടെയാണ് കുഞ്ഞിൻ്റെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം ഈ തിയറിയിൽ ഊന്നൽ നൽകി പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു കുഞ്ഞിൻ്റെ വൈജ്ഞാനിക വികാസം, ദ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്, ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ 3 factors: cultural values, beliefs, traditions, social interaction with parents, siblings, peers and teachers, language and communication skills. So Vygotsky stressed the importance of these 3 factors upon the cognitive development of a child. He says that these 3 factors, ഈ 3 factors ഒരു കുട്ടിയുടെ വൈജ്ഞാനിക വികാസത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു എന്നാണ്. സംസ്കാരവും സാമൂഹിക സമ്പർക്കവും അവൻ്റെ ഭാഷയും, ഇത് 3ിലൂടെയും അവൻ്റെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ സമർത്ഥിക്കാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. Vygotsky places considerably more emphasis on social factors contributing to cognitive development. നമ്മൾ നേരത്തെ കണ്ട 3 factors, കൾച്ചർ, സോഷ്യൽ ഫാക്ടർ, സോഷ്യൽ ഇൻട്രാക്ഷൻ, ലാംഗ്വേജ്, അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് സോഷ്യൽ ഫാക്ടേഴ്സിൽ കൂടെ തന്നെയാണ്. സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ. He states that cognitive development stems from social interactions, in contrast to Piaget's theory that maintains that cognitive development stems largely from independent explorations. വൈഗോട്സ്കി പറയുന്നത് ഓരോ വ്യക്തിയുടെയും വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് അവൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ അവൻ സൊസൈറ്റിയുമായി നടക്കുന്ന അവൻ്റെ സാമൂഹിക സമ്പർക്കം, അതിലൂടെയാണ് ഓരോ വ്യക്തിയുടെയും വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നതാണ് വൈഗോട്സ്കി പറയുന്നത്. എന്നാൽ നമുക്കറിയാം പിയാഷെ പറഞ്ഞിരുന്നത് ഓരോ കുട്ടിയുടെയും വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് ഒരു കുട്ടിയിൽ തന്നെ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞ് തന്നെ സ്വയം നടത്തുന്ന കുറച്ച് ചെയ്തികളിലൂടെ. ഇപ്പോൾ പറയുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവിടെ ദ ചൈൽഡ് ട്രൈസ് ടു എക്സ്പ്ലോർ ദ എൻവിറോൺമെൻറ്റ് വിത്ത് സെൻസറി ആൻഡ് മോട്ടോർ ആക്ടിവിറ്റീസ്. സോ സെൻസറി മോട്ടോർ ആക്ടിവിറ്റീസിലൂടെയാണ് അവിടെ ഒരു കുഞ്ഞ് പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അറിവ് നേടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വയം ചെയ്തികളിലൂടെയാണ് അവിടെ കുഞ്ഞ് പലപ്പോഴും വികാസത്തിലേക്ക് എത്തുന്നത്. എന്നാൽ വൈഗോട്സ്കി പറയുന്നു കുഞ്ഞ് സ്വയമല്ല, സൊസൈറ്റിയുമായുള്ള അവൻ്റെ ഇൻട്രാക്ഷൻ, സൊസൈറ്റിയിൽ നിന്നുമുള്ള ആദ്യ പാഠങ്ങളിലൂടെയാണ് കുഞ്ഞ് പലപ്പോഴും വൈജ്ഞാനിക വികാസം നേടുന്നതെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷൻ പ്ലേസ് എ ഫണ്ടമെൻ്റൽ റോൾ ഇൻ ദ പ്രോസസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. വൈഗോട്സ്കി ഫെൽ സോഷ്യൽ ലേണിംഗ് പ്രൊസീഡ്സ് ഡെവലപ്മെൻറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുന്നത് ലേണിംഗ് നടന്നതിന് ശേഷമാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഈ ലേണിംഗ് എന്നത് സോഷ്യൽ ലേണിംഗ്, സമൂഹത്തിൽ നിന്നും കുഞ്ഞിന് ലഭിക്കുന്ന ചില പാഠങ്ങൾ, അതിലൂടെയാണ് കുഞ്ഞിൻ്റെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നതെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഹി സ്റ്റേറ്റ്സ് എവറി ഫങ്ഷൻ ഇൻ ദ ചൈൽഡ്സ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അപ്പിയേഴ്സ് ട്വൈസ്, ഫസ്റ്റ് ഓൺ ദ സോഷ്യൽ ലെവൽ ആൻഡ് ലേറ്റർ ഓൺ ദ ഇൻഡിവിജ്വൽ ലെവൽ. First between people, inter-psychological, and then inside the child, that is intra-psychological. അദ്ദേഹം പറയുന്നു ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്, അവൻ്റെ വികാസം എന്നത് 2 ലെവലിലൂടെയാണ് നടക്കുന്നത്. ആദ്യം നടക്കുന്നത് സോഷ്യൽ ലെവലാണ്, സോഷ്യൽ ലെവൽ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ ലെവൽ. സോഷ്യൽ ലെവൽ എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ പീപ്പിൾ, അവൻ മറ്റുള്ളവരുമായുള്ള അവൻ്റെ സമ്പർക്കം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുമുള്ള ലെവലിലൂടെ, അതിനെ അദ്ദേഹം ഇൻ്റർ-സൈക്കോളജിക്കൽ എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു തരത്തിൽ നെക്സ്റ്റ് ലെവലിലുള്ള അവൻ്റെ വികാസം എന്ന് പറയുന്നത് വിത്തിൻ അല്ലെങ്കിൽ ഇൻസൈഡ് ദ ചൈൽഡ്, കുഞ്ഞിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു വികാസമാണ്. അതിനെ നമുക്ക് ഇൻട്രാ സൈക്കോളജിക്കൽ എന്നും പറയാം. ഇതിനെ കുറച്ചുകൂടി ഈസിയായി നമുക്കിങ്ങനെ കാണാം. അതായത് ഓരോ കുഞ്ഞും ജനിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അവൻ ആദ്യം അവൻ്റെ സൊസൈറ്റി അല്ലെങ്കിൽ അവൻ ജനിച്ചു വീഴുന്ന ആ സമൂഹവുമായി അവനുണ്ടാകുന്ന ഇൻട്രാക്ഷൻ, അതിലൂടെ ആ മറ്റു വ്യക്തികളുമായുള്ള സമ്പർക്കം വഴി അവൻ കുറച്ച് പഠിക്കുന്നു. ദാറ്റ് ഈസ് ഇൻ്റർപേഴ്സണൽ ലേണിംഗ്. ഓക്കെ, ബിക്കോസ് ഓഫ് ഹിസ് റിലേഷൻഷിപ്പ് ഓർ വിത്ത് ഹിസ് ഇൻട്രാക്ഷൻസ് വിത്ത് അതേഴ്സ്. അതിനുശേഷമാണ് അവൻ പിന്നീട് തനിച്ച് അല്ലെങ്കിൽ അവനെക്കുറിച്ച് അവൻ്റെ ഉള്ളിൽ വിത്തിൻ ദ ചൈൽഡ് കുറച്ച് ലേണിംഗ് നടക്കുന്നു. ദാറ്റ് ഈസ് ഇൻട്രാപേഴ്സണൽ. സോ അറ്റ് ഫസ്റ്റ് ഇറ്റ് ഹാപ്പൻസ് between others, and then it becomes or it comes to be within the child.
അതിന് തന്നെ നമുക്ക് പറയാം, ആദ്യം ഒരു സോഷ്യൽ ലെവലിലാണ് കുഞ്ഞിന് ലേണിംഗ് നടക്കുന്നത്. സോഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞു, സോഷ്യൽ ലെവൽ, ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് ഇൻഡിവിജ്വൽ ലെവൽ. സോ സൊസൈറ്റിയുമായുള്ള ഇൻട്രാക്ഷനിലൂടെ ആദ്യം അവന് സോഷ്യൽ ലെവലിലുള്ള ഒരു ലേണിംഗ് നടക്കുന്നു. അതിനുശേഷമാണ് അവൻ ഇൻഡിവിജ്വൽ ലെവലിലേക്ക് മാറുന്നത്. പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിൽ ഒരുപാട് എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻസ് ഉണ്ടെന്ന് വൈഗോട്സ്കി തന്നെ പറയുന്നു. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന സമയം മുതൽ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവനിൽ കുറച്ച് തിങ്കിങ് മാറ്റേഴ്സ് അല്ലെങ്കിൽ അവനിൽ കുറച്ച് മെൻ്റൽ ഫങ്ഷൻസ് കണ്ടു തുടങ്ങുന്നു. നമുക്കറിയാം, ഒരു പാട്ട് കേൾക്കുന്ന കുട്ടി അത് വളരെ അറ്റൻറ്റീവായിട്ട് അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കും. ഒരു കിലുക്കിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അതിനോട് കാതോർക്കും. ദാറ്റ് ഈസ് അറ്റൻഷൻ. അതേപോലെ റിസപ്ഷൻ, എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനെ കറക്റ്റായിട്ടത് മനസ്സിലാക്കി, റിസപ്ഷൻ. അങ്ങനെ കുട്ടിയിൽ കുറച്ച് ഇലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻസ് ഉണ്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞിൽ. ഈ ഇലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻസ് ഉപയോഗിച്ച് അവൻ സൊസൈറ്റിയിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അവൻ്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവൻ്റെ സമൂഹത്തിൽ നിന്നും അവൻ കുറച്ച് പാഠങ്ങൾ പഠിക്കുന്നു. അതിനുശേഷമാണ് അവൻ വലിയ മെൻ്റൽ ഫങ്ഷൻസ്, നമുക്കറിയാം ഹയർ ഓർഡർ തിങ്കിങ് അല്ലെങ്കിൽ ഹയർ മെൻ്റൽ ഫങ്ഷൻസിലേക്ക് അവൻ എത്തുന്നത് അതിനുശേഷമാണ്. സോ എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻസിൽ നിന്നും ഹൈ മെൻ്റൽ ഫങ്ഷൻസിലേക്ക് എത്താൻ അവനെ സഹായിക്കുന്നത് സൊസൈറ്റി തന്നെയാണ്. ഇനി അടുത്തതായി അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഫാക്ടർ കൾച്ചറാണ്. നമുക്കറിയാം അദ്ദേഹം പറഞ്ഞ 3 ഫാക്ടേഴ്സ്. അതിൽ ഒന്ന് സൊസൈറ്റി, നെക്സ്റ്റ് വൺ ഇസ് കൾച്ചർ, ആൻഡ് ദ തേർഡ് വൺ ഇസ് ലാംഗ്വേജ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് വൺ, ദാറ്റ് ഇസ് കൾച്ചർ. This contradicts Piaget's view of universal stages and content of development. Vygotsky does not refer to the stages in the way that Piaget does. ഇവിടെ പിയാഷെയുടെ യൂണിവേഴ്സൽ സ്റ്റേജസ് അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്ത സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് നമുക്കറിയാം. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ച് കുഞ്ഞിൽ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നെന്നും അദ്ദേഹം അതിനെ പല ഘട്ടങ്ങളായി 4 ഘട്ടങ്ങളായി തിരിക്കുകയും ചെയ്തു. എന്നാൽ വൈഗോട്സ്കി ഇതിനെതിരെ അഭിപ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ വാരീസ് അക്കോർഡിംഗ് ടു വേരിയസ് കൾച്ചർ ആൻഡ് സബ് കൾച്ചേഴ്സ്. So he says that the development of a child varies according to the varying culture. സംസ്കാരം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സമൂഹം മാറുന്നതിനനുസരിച്ച് ഓരോ വ്യക്തിയിലും വരുന്ന വികാസവും പലതരത്തിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്കാരം മാറുന്നതിനനുസരിച്ച് മാറുന്നത് കൊണ്ട് തന്നെ എല്ലാ കുഞ്ഞിലും ഇത്തരത്തിലാണ്, ഈ ഒരു രീതിയിലാണ് വളർച്ച നടക്കുക എന്ന് തീർത്തും പറയാൻ സാധിക്കുന്നില്ലെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. Here Vygotsky assumes cognitive development varies across cultures. So സംസ്കാരം മാറുന്നതിനനുസരിച്ചും സമൂഹം മാറുന്നതിനനുസരിച്ചും കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നതിലും മാറ്റങ്ങൾ വരുന്നു എന്ന് വൈഗോട്സ്കി പറയുന്നു. Whereas Piaget states cognitive development is mostly universal across cultures. പക്ഷേ പിയാഷെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ അതേ സ്റ്റേജസ് ഏതൊരു സംസ്കാരത്തിലും ഏതൊരു സമൂഹത്തിലും ജീവിക്കുന്ന കുഞ്ഞാണെങ്കിലും ആ 4 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു എന്ന് പിയാഷെ പറയുമ്പോൾ സംസ്കാരം മാറുന്നതിനനുസരിച്ച് വൈജ്ഞാനിക വികാസത്തിൻ്റെ ഘട്ടങ്ങളും വൈജ്ഞാനിക വികാസത്തിൻ്റെ പ്രോസസ്സിങ്ങും അതെല്ലാം മാറുന്നു എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അടുത്തതായി അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഫാക്ടർ ലാംഗ്വേജ്. So let us see what's the role of language in cognitive development. According to Piaget, language depends on thought for its development. Piaget പറയുന്നത് language depends on thought. അതായത് ചിന്തയ്ക്ക് അനുയോജ്യമായാണ് എപ്പോഴും ഭാഷ ഉപയോഗിക്കുന്നതെന്നാണ്. അപ്പോൾ ചിന്തയുണ്ടെങ്കിലേ ഭാഷയുള്ളൂ. ദാറ്റ് ഇസ് തോട്ട് കംസ് ബിഫോർ ലാംഗ്വേജ്. ചിന്തിക്കുന്നു, അതിനുശേഷം ഭാഷ ഉപയോഗിക്കുന്നു എന്ന് പിയാഷെ പറയുന്നു. എന്നാൽ വൈഗോട്സ്കി പറയുന്നത് thought and language are initially separate systems from the beginning of life, merging at around 3 years of age, producing verbal thought or inner speech. എന്നാൽ വൈഗോട്സ്കി പറയുന്നത് തോട്ട് ആൻഡ് ലാംഗ്വേജ്, ചിന്തയും ഭാഷയും രണ്ടും ആദ്യം 2 സിസ്റ്റംസായി സെപ്പറേറ്റ് സിസ്റ്റംസായി കാണപ്പെടുന്നുവെങ്കിലും ജീവിതത്തിൻ്റെ ഒരു സമയത്ത്, അതായത് 3 വയസ്സാകുന്നതോടുകൂടി ഇവ രണ്ടും തോട്ട് ആൻഡ് ലാംഗ്വേജ് it comes together, it merges together, producing verbal thought. For Vygotsky, cognitive development results from internalization of language, and language is the best effective tool for cognitive development. Vygotsky പറയുന്നു
ഭാഷ, ലാംഗ്വേജ്, ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടൂൾ ഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ലാംഗ്വേജിലൂടെ, ഭാഷയിലൂടെ ഒരുപാട് വൈജ്ഞാനിക വികാസം സംഭവിക്കും എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ലാംഗ്വേജ് പ്ലേസ് 2 ക്രിട്ടിക്കൽ റോൾസ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. 2 തരത്തിൽ ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ റോൾ നമുക്ക് കാണാം. ഒന്ന്, ഇറ്റ് ഈസ് എ മെയിൻ മീൻസ് ബൈ വിച്ച് അഡൽട്സ് ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ടു ചിൽഡ്രൻ. മറ്റുള്ളവർ അല്ലെങ്കിൽ മുതിർന്നവർ കുട്ടികൾക്ക് അറിവ് പകരാനായി ഭാഷ ഉപയോഗിക്കുന്നു. മറ്റൊന്ന്, ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ബിക്കംസ് എ വെരി പവർഫുൾ ടൂൾ ഓഫ് ഇൻ്റലക്ച്വൽ അഡാപ്റ്റേഷൻ. ഒരു ഇൻ്റലക്ച്വൽ ഡിസിക്വിലിബ്രിയം ഫീൽ ചെയ്യുന്ന ഒരു അവസരത്തിൽ, ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്ന ഒരു അവസരത്തിൽ, ആ അസന്തുലിതാവസ്ഥയെ തരണം ചെയ്ത് പലപ്പോഴും ഒരു ഇൻ്റലക്ച്വൽ അഡാപ്റ്റേഷൻ, അതിനോട് പൊരുത്തപ്പെടുവാൻ വേണ്ടി ഓരോ വ്യക്തിയും ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു റോൾ. So it is a means to transmit information, and it is also a means for intellectual adaptation. Now Vygotsky is saying about the 3 forms of language. ഇനി Vygotsky 3 തരത്തിലുള്ള ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നു. അതിലൊന്ന് social speech, the second one is private speech, and the third is silent inner speech. At first let us see what social speech. The social speech, which is external communication used to talk to others, typically from the age of 2. നമുക്കറിയാം 2 വയസ്സോട് കൂടി കുഞ്ഞ് ഭാഷ കുറച്ചായി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഈ ഒരു അവസരത്തിൽ കുഞ്ഞ് പലപ്പോഴും അവൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയും അവൻ്റെ ആവശ്യങ്ങൾ അവന് നടത്തി കിട്ടുന്നതിന് വേണ്ടിയുമാണ്, അതായത് ജസ്റ്റ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിനുവേണ്ടി മാത്രമാണ് അവൻ ഭാഷ ഉപയോഗിക്കുന്നത്. പാല് വേണം, നായ കാണണം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന കുഞ്ഞ്, ചെറിയ വേർഡ്സും എല്ലാം ഉപയോഗിക്കുന്ന കുഞ്ഞ്, അവൻ്റെ ഓരോ ആവശ്യങ്ങളും നടന്നു കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് അവൻ സോഷ്യൽ സ്പീച്ച് ആ സമയത്ത് ഭാഷ ഉപയോഗിക്കുന്നത്. ദാറ്റ്സ് വൈ വി സേ ഇറ്റ് ഈസ് ജസ്റ്റ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു മാർഗം മാത്രം. എന്നാൽ 3 വയസ്സോട് കൂടി it comes directed to the self and serves an intellectual function. ഇതിന് കുറച്ചുകൂടിയും കമ്മ്യൂണിക്കേഷൻ മീൻസ് മാത്രമല്ല, ഒരു ഇൻ്റലക്ച്വൽ ഫങ്ഷൻ കൂടി, അവൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നതിനുള്ളൊരു മാർഗം കൂടിയായി അവൻ ഭാഷയെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അറ്റ് ദ ഏജ് ഓഫ് 3. ഈ ഒരു സ്റ്റേജിനെ വൈഗോട്സ്കി പറയുന്നത് ഈ 3 വയസ്സിൽ ഇവിടെ ഭാഷയും അതുപോലെ തന്നെ ചിന്തയും, തോട്ട് ആൻഡ് ലാംഗ്വേജ്, ഇത് രണ്ടും സംയോജിക്കുന്നു എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഭാഷയും ചിന്തയും സംയോജിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞ് അവൻ ചെയ്യുന്ന പല പ്രവർത്തികളും അവനെ തന്നെ ശരിയായി പ്രവർത്തിപ്പിക്കാൻ, അവനെ ഒരു സെൽഫ് റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് പ്രൈവറ്റ് സ്പീച്ച് അവന് ഉപകരിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടി വലുതാകുന്ന ഒരു കുഞ്ഞ്, അതായത് 7 വയസ്സിലേക്കെത്തുന്ന ഒരു കുഞ്ഞ്, അവിടെ എത്തുമ്പോൾ ദ പ്രൈവറ്റ് സ്പീച്ച് ഗോസ് അണ്ടർഗ്രൗണ്ട്, diminishing in audibility as it takes on a self-regulating function and is transformed into silent inner speech. 7 വയസ്സിന് ശേഷം കുഞ്ഞ് പലപ്പോഴും തനിയെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഓഡിബിലിറ്റി, അതായത് അവൻ വളരെ പതുക്കെ അവന് മാത്രം കേൾക്കുന്ന തരത്തിൽ അവൻ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ബിക്കോസ് ഹീ ഈസ് ലിവിങ് ഇൻ സച്ച് എ സൊസൈറ്റി ആൻഡ് ഹി അണ്ടർസ്റ്റാൻഡ്സ് വൈ ഓർ ഹൗ ടു യൂസ് എ ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു സെൽഫ് റെഗുലേറ്ററി ഫങ്ഷന് വേണ്ടി അവൻ പലപ്പോഴും ഭാഷ ഉപയോഗിക്കുന്നത് വളരെ പതുക്കെ ആയിരിക്കും. അവിടെ പ്രൈവറ്റ് സ്പീച്ച് നമുക്ക് കാണാം, പ്രൈവറ്റ് സ്പീച്ച് ഗോസ് അണ്ടർഗ്രൗണ്ട്. കുഞ്ഞ് 3 വയസ്സിൽ ഉറക്കെ സംസാരിച്ചുകൊണ്ട് കളിച്ചിരുന്നത് മാറി 7 വയസ്സാകുമ്പോൾ ഉറക്കെ സംസാരിക്കുന്നില്ല, മറിച്ച് അവൻ പല കാര്യങ്ങളും ചെയ്യാൻ അവനോട് തന്നെ സംസാരിക്കുന്നുണ്ട് വളരെ പതുക്കെ. ഈ അവൻ്റെ സംസാരം എന്ന് പറയുന്നത് actually it is helping him to do something by himself, or it is giving directions to himself. അവൻ്റെ പല കാര്യങ്ങളും ചെയ്യാൻ അവനെ തന്നെ സഹായിക്കുന്ന ഒരു ഉപാധി കൂടിയാണ് ഈ ഒരു ഭാഷ. ഇത്തരത്തിൽ 3 തരത്തിലാണ് വൈഗോട്സ്കി ലാംഗ്വേജിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്: സോഷ്യൽ സ്പീച്ച്, പ്രൈവറ്റ് സ്പീച്ച് ആൻഡ് സൈലൻറ്റ് ഇന്നർ സ്പീച്ച്. ഇതിൽ സോഷ്യൽ സ്പീച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, whereas a private speech and silent inner speech it acts, or it has a role in intellectual function too. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തോട്ട് ആൻഡ് ലാംഗ്വേജ് merges at the age of 3. ചിന്തയും ഭാഷയും രണ്ടും സംയോജിക്കുന്ന ഒരു സമയമാണ് 3 വയസ്സാകുന്ന പ്രായം. അന്നു മുതൽ കുഞ്ഞിൽ
ഭാഷ എപ്പോഴും വൈജ്ഞാനിക വികാസത്തെ കൂടി സഹായിക്കുന്നു എന്ന് പറയാം. For Vygotsky, thought and language are initially separate systems from the beginning of life, merging at around 3 years of age. At this point, speech and thought becomes interdependent. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിൽ ആദ്യം സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അത് പറയുമ്പോൾ അത് രണ്ടും ദേ ആർ ഇനീഷ്യലി സെപ്പറേറ്റ് സിസ്റ്റംസ്. അതായത് സോഷ്യൽ സ്പീച്ചിൻ്റെ സമയത്ത് വെൻ ഹി ഈസ് ജസ്റ്റ് മേക്കിംഗ് യൂസ് ഓഫ് ദ സ്പീച്ച് ഫോർ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, at the time thoughts and language is separate. It is seen as separate system. But when he comes to the age of 3, it merges. So 3 വയസ്സോടു കൂടി തോട്ട് ആൻഡ് ലാംഗ്വേജ് merges. ഇത് രണ്ടും ഒരുമിക്കുന്നു എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. At this point, speech and thought becomes interdependent. Vygotsky sees private speech as a means for children to plan activities and strategies and therefore aid their development. Private speech is the use of language for self-regulation of behavior. Language is therefore an accelerator to thinking, understanding. Vygotsky believed that children who engage in large amounts of private speech are more socially competent than children who do not use it extensively. വൈഗോട്സ്കി പറയുന്നത് 3 വയസ്സോട് കൂടി ഒരു കുഞ്ഞ് പ്രൈവറ്റ് സ്പീച്ച് ഉപയോഗിച്ചു തുടങ്ങുന്ന സമയത്ത് അവനത് അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല മറ്റു അവൻ്റെ വൈജ്ഞാനിക വികാസത്തെ സഹായിക്കാൻ കൂടിയും ഈ പ്രൈവറ്റ് സ്പീച്ച് ഉതകുന്നു എന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈവറ്റ് സ്പീച്ച് ഉപയോഗിക്കുന്നതിലൂടെ കുഞ്ഞിന് കൂടുതൽ സോഷ്യലി കോമ്പിറ്റൻ്റ് ആവാൻ, കൂടുതൽ സൊസൈറ്റിയിൽ ജീവിക്കാൻ അവനെ ഏബിൾ ആക്കുന്ന, അവനെ കുറച്ചുകൂടി പ്രാപ്തനാക്കുന്ന ഒരു കാര്യം കൂടിയാണ് private speech. Vygotsky notes that private speech does not merely accompany a child's activity but acts as a tool used by developing child to facilitate cognitive process such as overcoming tasks, obstacles, enhancing imagination, thinking and conscious awareness. നേരത്തെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് സ്പീച്ച് എന്നുള്ളത് ഒരു കുഞ്ഞിനെ അവൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവനിൽ ഒരുപാട് തരത്തിലുള്ള വൈജ്ഞാനിക വികാസത്തെ സഹായിക്കുന്ന തരത്തിലുള്ള അവൻ്റെ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി പ്രൈവറ്റ് സ്പീച്ച് കൊണ്ട് സാധിക്കുന്നു. Children's use private speech most often during intermediate difficulty tasks because they are attempting to self-regulate by verbally planning and organizing their thoughts. So കുട്ടികൾ പ്രൈവറ്റ് സ്പീച്ച് ഉപയോഗിക്കുന്നത് പലപ്പോഴും അവന് കടുത്ത എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ അവനെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പല ഇഷ്യൂസും വരുന്ന ഒരു സമയത്താണ്. കാരണം അവന് തന്നെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ സ്വയം അത് എങ്ങനെ ചെയ്തു തീർക്കണമെന്ന് അവനെ തന്നെ സഹായിക്കാൻ പറ്റുന്ന തരത്തിലാണ് അവൻ പലപ്പോഴും ഈ ഒരു പ്രൈവറ്റ് സ്പീച്ച് ഉപയോഗിച്ചു വരുന്നത്. Now we are going to discuss the major concepts of Vygotsky's theory. The major concepts we are going to discuss here is, one is the MKO and the next one is the ZPD, zone of proximal development. So at first let us discuss what is MKO, the more knowledgeable other. The more knowledgeable other refers to anyone who has a better understanding or a higher ability level than the learner with respect to a particular task, process or concept. The MKO is normally thought of as being a teacher, coach or an older adult, but the MKO could also be peers, a younger person or even computers. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു സോഷ്യൽ ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഒരു വ്യക്തിയെങ്കിൽ ആ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ നല്ല തരത്തിൽ വൈജ്ഞാനിക വികാസം സംഭവിക്കും എന്ന് അദ്ദേഹം ആദ്യം തന്നെ ഈ തിയറിയിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു MKO എന്നുള്ളൊരു ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യുന്നതിൽ ആ വ്യക്തിയെ സഹായിക്കാൻ, ഈ ഒരു കാര്യം ചെയ്യാൻ കുറച്ചുകൂടി പ്രാപ്തനായ ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പലപ്പോഴും വളരെ ഈസി ആയിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. ഇവിടെ MKO എന്നുള്ളത് കൊണ്ട് കുഞ്ഞിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയിലും കൂടുതൽ പ്രായമുള്ള ഒരാൾ തന്നെ ആകണമെന്നില്ല. പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ നമുക്ക് നമ്മളെക്കാളും കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ, ചിലപ്പോൾ അത് നമ്മളുടെ പ്രായത്തിനേക്കാളും താഴ്ന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആയിരിക്കാം, ചിലപ്പോൾ അത് ടീച്ചർ അല്ലെങ്കിൽ മറ്റു മുതിർന്നവരായിരിക്കാം. സോ അങ്ങനെ ആരാണെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റാവുന്ന ദാർക്കവും
ആ കൂടുതൽ അറിവുള്ള ഏതൊരു വ്യക്തിയെയും നമുക്ക് MKO എന്ന് പറയാം. The more knowledgeable other is somewhat self-explanatory. It refers to someone who has a better understanding or higher ability level than the learner. അതാണ് അവിടെ വിഷയം. ലേണറിനേക്കാളും കൂടുതൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരാളും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ഹയർ എബിലിറ്റി ലെവൽ, ഈ ഒരു ലേണറിനേക്കാളും കൂടുതൽ ഈ കാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ആളുമാണെങ്കിൽ അയാളെ നമുക്ക് ഒരു MKO ആയി കണക്കാക്കാം. ഇതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഡിവൈസ്, ഒരു കമ്പ്യൂട്ടർ, അതുപോലെ മറ്റ് ടെക്നോളജിക്കൽ ഡിവൈസ് ആകാം. ഇനി അദ്ദേഹം പറഞ്ഞ അടുത്തൊരു ആസ്പെക്ട് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്, ZPD. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ സ്റ്റുഡൻസ് എബിലിറ്റി ടു പെർഫോം എ ടാസ്ക് അണ്ടർ അഡൽട്ട് ഗൈഡൻസ് or with peak collaboration and the student's ability solving the problem independently. It is a distance between, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയാം. ഇപ്പോൾ ഞാനിവിടെ വരച്ച് കാണിക്കുന്നത് നോക്കൂ. ഇപ്പോൾ ഒരു ഗ്രാഫ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വയം ചെയ്യാൻ പറ്റാവുന്ന ഒരു മേഖലയുണ്ടായിരിക്കും. സ്വയം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സംടൈംസ് വി ക്യാൻ ഡു സർട്ടൻ ടാസ്ക് ഇൻഡിപെൻഡൻ്റ്ലി അപ് ടു എ ലെവൽ. ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു മേഖല വരെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരിക്കും നമ്മുടെ സ്വയം പൊട്ടൻഷ്യൽ, നമ്മുടെ സ്വന്തം എബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ ഇതേ വ്യക്തിക്ക് തന്നെ കുറച്ചുകൂടി ഉയർന്ന ഒരു മേഖലയിലും എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ അവിടെ ഒരാളുടെ സഹായം ആവശ്യമാണ്. അതായത് അവിടെ ഒരു MKO, ഒരു മോർ നോളജബിൾ അതർ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സഹായത്തോടു കൂടി ഈ ഒരു വ്യക്തിക്ക് ഒരു ഉയർന്ന ലെവലിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ZPD എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു വ്യക്തി തനിയെ എത്തിച്ചേരുന്ന ഒരു ലെവലാണിത്. ഇവിടെ ആ വ്യക്തിക്ക് എത്തിച്ചേരാൻ പറ്റും മറ്റൊരാളുടെ സഹായത്തോടു കൂടി. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ZPD എന്ന് പറയുന്നത്. അപ്പോൾ ഈ ZPDയിലാണ് ആക്ച്വലി ലേണിംഗ് നടക്കുന്നത്. ഒരു കുഞ്ഞിന് സ്വയം പഠിച്ചെത്താൻ പറ്റുന്ന ഒരു ലെവലുണ്ട്. ആ ലെവലിൽ അല്ലാതെ തന്നെ അവന് കുറച്ചുകൂടി സപ്പോർട്ട്, അല്ലെങ്കിൽ കുറച്ച് അസിസ്റ്റൻസ്, അവന് കുറച്ച് സഹായം നൽകുകയാണെങ്കിൽ, അവനൊരു കൈത്താങ്ങ് നമ്മൾ നൽകുകയാണെങ്കിൽ അവന് വളരെ ഈസി ആയിട്ട് തന്നെ അവൻ അതിലും വലിയ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ അതിനപ്പുറം അവന് എത്താൻ സാധിക്കും. സോ അത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ ZPD എന്ന് പറയുന്നു. ആക്ച്വലി ലേണിംഗ് ഹാപ്പൻസ് ഇൻ ZPD. അതുപോലെ തന്നെ നമുക്ക് പറയാം ഒരു MKO, ഒരു മോർ നോളജബിൾ അതർ, അവരുടെ സപ്പോർട്ട് ആവശ്യമുള്ളതും ആക്ച്വലി ഈ ZPD എന്നുള്ള സോണിലാണ്. ഈ സോണിൽ ഒരാളുടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് വളരെ ഉയർന്ന ലെവലിൽ തന്നെ എത്താൻ സാധിക്കും. ഇവിടെ കാണാം, ഐ ക്യാൻ ഡൂ ദീസ് ബൈ മൈസെൽഫ്. ഞാൻ തനിച്ച് പരിശ്രമിച്ചാൽ എനിക്ക് ഇതുവരെ എത്താം. പക്ഷേ മറ്റൊരാളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ എത്താൻ സാധിക്കും. എന്നെക്കൊണ്ട് എത്താൻ പറ്റാത്ത ഒരു രീതിയുണ്ട്, അതിനും അപ്പുറം. അവിടേക്ക് എത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല, എന്നാൽ എന്നെക്കൊണ്ട് എത്താൻ പറ്റും. ഈ ഒരു സ്റ്റെപ്പിലേക്ക്, ഈ ഒരു സോണിലേക്ക് എനിക്ക് എത്താൻ പറ്റും. പക്ഷെ അവിടെ എനിക്ക് ഒരാളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് വേണ്ട ഒരു മേഖല, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു, അതിനെയാണ് നമ്മൾ ZPD എന്ന് പറയുന്നത്. ഈ ZPDയിലാണ് ആക്ച്വലി ഒരു MKയുടെ, ഒരു മോർ നോളജബിൾ അതറിൻ്റെ ഒരു സഹായം വേണ്ടത് നമുക്കൊരു ZPDയിലാണെന്ന് പറയാം. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, വാട്ട് ഐ ക്യാൻ ഡൂ ബൈ മൈസെൽഫ്. ഹിയർ ദിസ് ഇസ് എ റോൾ, ഓർ ദിസ് ഇസ് എ പ്ലേസ് വെർ ഐ ക്യാൻ റീച്ച് ബൈ മൈസെൽഫ്. ഇവിടെ വരെ എനിക്ക് എത്താൻ സാധിക്കും. ബട്ട് ഹിയർ ഓൾസോ ഐ ക്യാൻ റീച്ച് if there is someone to assist me, if there is someone to support me, I can reach here. But I can never reach here with any support. ഒരു സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഇവിടെ എത്താൻ സാധിക്കില്ല, പക്ഷേ എനിക്ക് ഇവിടെ എത്താൻ സാധിക്കും. But I need a support. And the distance we call it ZPD, and there learning need to take place. ഇനി ZPDയെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പുതിയ കോൺസെപ്റ്റ്സ് ആണ് സ്കഫോൾഡിങ്, അതുപോലെ തന്നെ റെസിപ്രോക്കൽ ടീച്ചിങ്. ZPDയിൽ നിന്നും എമേർജ് ചെയ്ത ഇതിൽ നിന്നും വളരെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ്സ് ആണ് ടീച്ചിങ് ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്ട്രാറ്റജീസ്, സ്കഫോൾഡിങ് ആൻഡ് റെസിപ്രോക്കൽ ടീച്ചിങ്. ദ ഫസ്റ്റ് വൺ ഇസ് സ്കഫോൾഡിങ്. Vygotsky's concept of scaffolding is closely related to the concept of zone of proximal development. ഇതിനോട് വളരെയധികം ZPDയോട് വളരെയധികം ബന്ധമുള്ള ഒന്ന് തന്നെയാണ് സ്കഫോൾഡിംഗ്. Scaffolding refers to the temporary support given to a child by a more knowledgeable other that enables the child to perform a task until such time that the child can perform this task independently. നമ്മൾ നേരത്തെ സംസാരിച്ചു, ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്.
അവിടേക്ക് ഒരാളുടെ സപ്പോർട്ട് വേണമെന്ന്. എന്നാൽ നമ്മളവിടെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ആ വ്യക്തിക്ക് തനിച്ച ആ നിലയിൽ എത്താൻ സാധിക്കും. സോ ആ സമയത്ത് നമുക്ക് സപ്പോർട്ട് അവിടെ നിന്ന് മാറ്റിക്കളയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിനൊരു കൈത്താങ്ങ് നൽകുക എന്ന് പറയാം, കൈത്താങ്ങ്. സോ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സപ്പോർട്ട് കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു ഉയർന്ന മേഖലയുണ്ട്. അവിടേക്ക് എത്താൻ വേണ്ടി നമ്മൾ വളരെയധികം സപ്പോർട്ട് നൽകേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞവിടെ എത്തിക്കഴിയുമ്പോൾ when we confirm that the student can perform the task independently, അവന് തനിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പാകുന്ന സമയത്ത് we can take off that scaffold. നമുക്ക് ആ സ്കഫോൾഡിങ് റിമൂവ് ചെയ്യാം, അവന് തനിയെ തന്നെ അത് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാകുമ്പോൾ. അതാണ് ഒരു സ്കഫോൾഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കഫോൾഡിങ് entails changing the quality and quantity of a support provided to a child in the course of a teaching session. The MKO adjusts the level of guidance in order to fit the student's current level of performance. സോ കുഞ്ഞ് തനിച്ച് ചെയ്യാൻ പ്രാപ്തനാകുന്ന സമയമാകുമ്പോൾ നമുക്ക് ആ സ്കഫോൾഡിങ് മാറ്റി വയ്ക്കാവുന്നതാണ്. അടുത്തത് റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. A highly successful teaching method, it provides an environment of open dialogue between student and teacher. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ സ്റ്റുഡൻറ്റ് അവർ തമ്മിൽ ഒരു ഓപ്പൺ ഡയലോഗ് ഫോമാണ് ഇവിടെ നടക്കുന്നത്. രണ്ടുപേരും തമ്മിൽ വലിയൊരു ചർച്ചയാണ് നടക്കുന്നത്. ബിയോണ്ട് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ അല്ല, അതിലും ഉപരി ഒരു വലിയ ചർച്ച തന്നെയാണ് ഇവർ തമ്മിൽ നടക്കുന്നത്, ഒരു ഓപ്പൺ ഡിസ്കഷൻ. ആക്ച്വലി ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു എൻഹാൻസ് ദ റീഡിംഗ് സ്കിൽ ഇൻ സ്റ്റുഡൻസ് ഓർ ടു എൻഹാൻസ് ദ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇൻ സ്റ്റുഡൻസ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലായും ഇത് ക്ലാസ്സുകളിൽ ഉപയോഗിക്കാറുള്ളത്. ഈ റെസിപ്രോക്കൽ ടീച്ചിങ്ങിൽ മേജറായിട്ടും 4 സ്റ്റെപ്സാണ് വരുന്നത്. ഒന്ന് പ്രഡിക്ഷൻ, ക്ലാരിഫിക്കേഷൻ, ക്വസ്റ്റ്യനിങ് ആൻഡ് സമ്മറൈസിങ്. ഇതിൽ പ്രഡിക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കുഞ്ഞിനൊരു വായിക്കാനായി ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പാസേജ് കുഞ്ഞിന് കൊടുത്തതിന് ശേഷം അതിൻ്റെ ടൈറ്റിൽ നോക്കിക്കൊണ്ട് അതെന്തിനെക്കുറിച്ചായിരിക്കും എന്നൊരു പ്രഡിക്ഷൻ കുട്ടികളോട് പറയാൻ നമ്മൾ പറയുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആ ടെക്സ്റ്റിൻ്റെ ടൈറ്റിലിനനുസരിച്ച് അവനൊരു പ്രഡിക്ഷൻ നടത്തും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഇസ് പ്രഡിക്ഷൻ. അതിനുശേഷം ടീച്ചർ ആ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ പാസേജിലുള്ള ഡിഫിക്കൾട്ട് വേർഡ്സ് അതെല്ലാം കുട്ടികൾക്ക് വളരെ ക്ലിയർ ആക്കി കൊടുക്കും. അതാണ് ക്ലാരിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ ഇസ് ക്വസ്റ്റ്യനിങ്. ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, കോംപ്രിഹെൻസീവ് ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി, കുട്ടികൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലായോ എന്ന് ടീച്ചർ മനസ്സിലാക്കുന്നതിന് വേണ്ടി ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ടീച്ചർ നടത്തുന്നതാണ് ക്വസ്റ്റ്യനിങ് എന്നുള്ള സെഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സമ്മറൈസേഷൻ. ഇത് ടീച്ചർക്കോ അല്ലെങ്കിൽ കുഞ്ഞിനോ ചെയ്യാം. ശരിയായി മനസ്സിലാക്കിയ ഒരു കുഞ്ഞിനെ കൊണ്ട് ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പാസേജ് വായിച്ച് മനസ്സിലായതിൻ്റെ തീം എന്താ, അതിനൊരു ഗിസ്റ്റ് എന്താന്നുള്ളത് കുഞ്ഞിനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്നു. സോ അതാണ് സമ്മറൈസിങ് അല്ലെങ്കിൽ സമ്മറൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലാണ് റെസിപ്രോക്കൽ ടീച്ചിങ് നടത്തുന്നത്. സോ റെസിപ്രോക്കൽ ടീച്ചിങ് അതുപോലെ തന്നെ സ്കഫോൾഡിങ്, ഇത് രണ്ടും നമുക്ക് പറയാം ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്ത് എമേർജ് ചെയ്ത 2 സ്ട്രാറ്റജീസാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള 2 പുതിയ ആസ്പെക്ട്സ് അല്ലെങ്കിൽ 2 പുതിയ കോൺസെപ്റ്റ്സ് ആണ് scaffolding and reciprocal teaching. And now we are going to discuss the educational implications. So as we have already discussed reciprocal teaching, ഇപ്പോൾ നമ്മൾ സംസാരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഏറ്റവും വലിയ ഒരു സംഭാവന തന്നെയാണ് ഈ റെസിപ്രോക്കൽ ടീച്ചിങ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാം. അവിടെ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ ക്ലാസ്സിൽ അവർ തന്നെ നോളജ് കൺസ്ട്രക്ഷനുള്ള ഒരു മാർഗം രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ. അടുത്തതായി Vygotsky's theory also feed in the current interest in collaborative learning, suggesting that group members should have different levels of abilities. So more advanced peers can help the less advanced members operate within their ZPD. ഇവിടെ കൊളാബറേറ്റീവ് ലേണിംഗ് എന്നുള്ളത് കൊണ്ട് ഒരു ക്ലാസ്സിനുള്ളിൽ തന്നെ കുട്ടികളെ ഗ്രൂപ്പ്സ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഈ ഓരോ ഗ്രൂപ്പ്സിൻ്റെ ഉള്ളിലും ഒരു അഡ്വാൻസ്ഡ് പീഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഓരോ കുഞ്ഞുങ്ങൾക്കും കുറച്ച് അറിവിൻ്റെ ലെവൽ കുറച്ച് കൂടുതലുള്ള അറിവ് കൂടുതലുള്ള ആളുകൾ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഓരോ പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ അവർ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവർ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് പഠിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് പീഴ്സാണ് ബാക്കിയുള്ള ലെസ് അഡ്വാൻസ് പീഴ്സിനെ സഹായിക്കുന്നത്. ആക്ച്വലി ആ ZPDയിൽ അവിടെ MKO ആയി വരുന്നത് പീഴ്സ് തന്നെയാണെന്ന് നമുക്ക് പറയാം. Vygotsky's theory promotes learning context in which students play an active role in learning. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡൻസിനെ ആക്റ്റീവ് ആക്കിക്കൊണ്ട്
ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഒരു ഓപ്പൺ ഡയലോഗ് എല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എല്ലാം അദ്ദേഹം പറയുന്നത്. സോ സ്റ്റുഡൻസിന് ഒരു ആക്റ്റീവ് ലേണിങ്ങിനുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കണം എന്നുള്ളതാണ് വൈഗോട്സ്കിയുടെ തിയറിയുടെ മുഖ്യമായ ഒരു സംഭാവന. So that's all with the theory. Thank you.